ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെക്കാൻ പോകുന്നത്. ഓറഞ്ച് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇപ്പോൾ ഇതിന് വേണ്ടി എടുക്കാൻ പോകുന്നത്. ഓറഞ്ച് മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെക്കണം. ആദ്യം നമുക്ക് ഉണക്കമുന്തിരി 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വാൽനട്ട്സ് ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കുതിർത്ത് വെക്കാവുന്നതാണ്. 1 കപ്പ് അളവിൽ ഈന്തപ്പഴം ചെറുതായി മുറിച്ചെടുത്തതും ചേർത്ത് കൊടുത്തു. ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കളർഫുള്ളായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. പച്ച കളറിലും ചുവപ്പ് കളറിലുമുള്ള ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറുത്ത കളറിലുള്ള മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഓറഞ്ച് ജ്യൂസ് ഇതിലുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുതിർന്ന് കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അലിയിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറിലായി കിട്ടണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഉരുകി കിട്ടണം. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. ആ സമയം തൊട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പൈസസ് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 4 ഏലക്കായ, 3 ഗ്രാമ്പു, 1 ജാതിക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ജാതിക്ക ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയോ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1/4 ടീസ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ ഇതിൽ 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഇളക്കിയിട്ട് അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം നമുക്ക് സെറ്റാക്കി എടുക്കണം. കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. ഇതിലേക്ക് പേപ്പറിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നെയ്യ് തടവി കൊടുക്കാം. ഇനി പാത്രത്തിൻ്റെ സൈഡിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതേ ഒരു അളവിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിരുന്ന മാവ് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ബാക്കി വരുന്ന ഭാഗം കാണാം. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന മാവ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കാരമൽ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. കാരമൽ സിറപ്പിൻ്റെ ചൂടാക്കി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ തേൻ ഒഴിച്ച് കൊടുക്കാം. തേൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൈദമാവിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
മൈദമാവിൽ നമ്മളിത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കാരമൽ സിറപ്പ് ഒഴിച്ചത് കുറവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 1/4 കപ്പ് അളവിൽ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. പാൽ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ള തണുത്തിട്ടുള്ള പാൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. നമ്മളിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിലത്ത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. തട്ടി കൊടുക്കുന്നത് കൊണ്ട് കേക്ക് ബാറ്ററിലുള്ള എയർ ഹോൾസ് എല്ലാം പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ടൊരു തട്ട് വെച്ച് കൊടുക്കാം. ഈ തട്ടിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ കേക്ക് ടിന് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് സമയം ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. 45-50 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് തയ്യാറായിട്ട് കിട്ടും. കേക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കേക്കിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ബദാം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞിരുന്നു. അത് രണ്ടായിട്ട് എടുത്തത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയതിന് ശേഷം അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേക്ക് തയ്യാറായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കമഴ്ത്തി വെക്കാം. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ചിരുന്ന ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ മുറിച്ച് നോക്കാം. കേക്കിൻ്റെ മുകളിലായിട്ടുള്ള ബട്ടർ പേപ്പറും ഇതുപോലെ മെല്ലെ എടുത്ത് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. നല്ല രുചിയാണ് നമ്മളുണ്ടാക്കിയ പ്ലം കേക്ക് കഴിക്കാനായിട്ട്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.